തൊണ്ടി മുതൽ തിരുമറി കേസിലെ വിധിയിൽ അപ്പീൽ നൽകാൻ നടപടികൾ ആരംഭിച്ച പ്രോസിക്യൂഷൻ. ആന്റണി രാജുവിന് അർഹമായ ശിക്ഷ ലഭ്യമായിട്ടില്ല എന്ന് കാണിച്ചാണ് അപ്പീൽ നൽകുക. കീഴ്ക്കോടതി വിധിയിൽ പോരായ്മകളുണ്ടെന്നും കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ശരിയായി പരിഗണിച്ചില്ലെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം വിധിയിൽ ആന്റണി രാജുവും അപ്പീൽ നൽകിയേക്കും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് അർഹമായ ശിക്ഷ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് മേൽക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ആന്റണി രാജുവിന് നൽകിയ ശിക്ഷ പര്യാപ്തമല്ലെന്നും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ശരിയായി പരിഗണിച്ചില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. IPC 409 പ്രകാരമുള്ള ശിക്ഷ ആന്റണി രാജുവിന് നൽകിയില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ആന്റണി രാജു ചെയ്തതെന്നും കേസ് മേൽക്കോടതിക്ക് കൈമാറാത്തത് ഉയർത്തിക്കാട്ടുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉടൻ അപേക്ഷ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. വിധിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നതിന് പിന്നാലെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. അടിയന്തരമായി കേസിൽ അപ്പീൽ പോകേണ്ട സാഹചര്യമുണ്ടെന്നായിരുന്നു ചർച്ചയിൽ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. നിയമവ്യവസ്ഥയുടെ അടിത്തറ തകർക്കുന്ന പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വിധിപ്പകർപ്പിൽ പറയുന്നു. കൂടാതെ കേസിലെ 1-2 പ്രതികൾ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായതിനാൽ കേസ് അതീവ ഗുരുതരമാണെന്നും മജിസ്ട്രേറ്റ് നിരീക്ഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചില്ലെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. അതേസമയം കേസിൽ തടവ് ശിക്ഷ ലഭിച്ച സാഹചര്യത്തിൽ ആന്റണി രാജു ഇന്ന് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അയോഗ്യനാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും മുൻപ് രാജിവെച്ചൊഴിയാനാണ് തീരുമാനം. സർക്കാരിനും ആന്റണി രാജുവിന് ഇത് സംബന്ധിച്ച് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. 3 വർഷം തടവ് ശിക്ഷ ലഭിച്ചതിന് പിന്നാലെ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം അയോഗ്യമായിരുന്നു. കേസിൽ അപ്പീൽ പോകാനുള്ള നടപടികൾ ആന്റണി രാജുവും പരിശോധിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.